കൊറിയ എന്ന് പറയുമ്പോൾ പലർക്കും പല കാര്യങ്ങളായിരിക്കും ഓർമ്മ വരിക. എനിക്ക് ഓർമ്മ വരിക കൊറിയൻ സിനിമകളും കെ ഡ്രാമകളും കെ പോപ്പും ഒക്കെയാണ്. പക്ഷേ അവിടെ നിന്ന് മറ്റൊന്നുകൂടി നമ്മുടെ ഈ കായികമേളയുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. തൈക്കൊണ്ടോ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ആയോധന കല. ഇവിടെ നമ്മുടെ ഒരു കരാട്ടയും ഒക്കെ ആയിട്ട് ഒരു സാമ്യം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ആയോധന കലയാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇവിടെ അതിന്റെ പരിശീലകൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറിന്റെ പേര് എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് ആന്റണി ദേവസ്യ. ഞാൻ ഇടുക്കിയിൽ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് അവിടെ ഒരു ക്ലബ്ബുണ്ട്, ചാമ്പ്യൻസ് തൈക്കൊണ്ടോ ക്ലബ്ബ് എന്ന് പറഞ്ഞ പേരിൽ ഞാൻ അവിടെ ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഉണ്ട്, കട്ടപ്പന ടൗണിൽ തന്നെയാണ്. അതുപോലെ തന്നെ നെടുങ്കണ്ടത്തും ഉണ്ട്, എനിക്ക് സെന്ററുണ്ട്. അതുപോലെ എഴുകുമ്പ എന്ന് പറയുന്ന ഇച്ചിരൂടെ ഗ്രാമപ്രദേശമുണ്ട്. അതുപോലെ ഒരു 5 സ്കൂളുകളിലും എടുക്കുന്നുണ്ട് തൈക്കൊണ്ടോ. ഒരു 33 പരിശീലനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കൊറിയയിൽ നിന്നുള്ള ഒരു ആയോധന കലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൊറിയയിൽ നിന്നുള്ള ആയോധന കലയാണ്. 1998 തൊട്ട് കേരളത്തിൽ അത് സ്ഥിരമായിട്ട് പരിശീലനം നടത്തുന്നുണ്ട്. അതുപോലെ കോമ്പറ്റീഷനും എല്ലാം നടക്കുന്നുണ്ട്. ഇതൊരു സ്ഥിരം ഒളിമ്പിക് ഇവന്റ് ആണ്. അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂൾ ഗെയിംസ് ഉണ്ട്, അതുപോലെ ഗ്രേസ് മാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, അവർക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്. അതുപോലെ തൈക്കൊണ്ടോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓൾ ഓവർ വേൾഡ് ഒരേ സിലബസിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് ബെൽറ്റ് കൊറിയയിൽ നിന്ന് കുക്കിവോൺ എന്ന് പറയുന്ന അതോറിറ്റിയാണ് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്നത്. അവർക്ക് മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാൻ അധികാരമുള്ളൂ. കേരളത്തിൽ ഇതിന്റെ ഡയറക്റ്റ് ചെയ്യുന്ന സംഘടന എന്ന് പറയുന്നത് തൈക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരള ടെയ്ക്കാണ്. അതിന്റെ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കെ വാസുകി IAS ആണ്. അതുപോലെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മാസ്റ്റർ രതീഷ് വി ആണ്. അതുപോലെ CEO മാസ്റ്റർ അജീബി ആണ്. അതുപോലെ ഞങ്ങളുടെ ട്രഷറർ മുഹമ്മദ് അബ്ദുൽ നാസറാണ്. അങ്ങനെ ഇതിന് ശക്തമായ ഒരു ചട്ടക്കൂടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചീഫ് പാട്രൺ എന്ന് പറയുന്നത് KM എബ്രഹാം IAS സാറാണ്. അതുപോലെ പാട്രൺ സ്പർജൻ കുമാർ IPS ആണ്. അങ്ങനെ ഇത് കേരളത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഇവന്റാണ് തൈക്കൊണ്ടോ. ഈ കരാട്ടയുമായിട്ടൊരു സാമ്യമൊക്കെ ഉണ്ടോ ഇതിന്? ഈ വേഷവിധാനത്തിന് കരാട്ടയുടെ ഒരു ചെറിയ സാമ്യമൊക്കെ കാണുന്നുണ്ട്. ഉണ്ട്. എന്നിരുന്നാലും ഇത് കാലുകൊണ്ട് കൂടുതൽ നമ്മൾ അറ്റാക്കിങ്, അതുപോലെ കാലും കൈ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടാണ്. പക്ഷേ കിക്കിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം. ടേണിംഗ് കിക്സുകൾ, അതുപോലെ ഉയർന്ന യാടിയുള്ള കിക്കുകൾ നിങ്ങൾ കണ്ടു കാണും ഇവിടെ മത്സരത്തിൽ. അങ്ങനത്തെ 360 ആംഗിളിലും 540 അങ്ങനെ പല അഡ്വാൻസ്ഡ് കിക്സ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ടേണിംഗ് കിക്സിന്, അതായത് അഡ്വാൻസ്ഡ് കിക്സിന് 5 പോയിന്റ്സ് ഹെഡിൽ, അതുപോലെ ചെസ്റ്റിൽ 4 പോയിന്റ്സ്, അതുപോലെ നോർമൽ കിക്സിന് 3 പോയിന്റ്സ് ഹെഡിൽ, ചെസ്റ്റിൽ 2 പോയിന്റ്, പഞ്ചിന് 1 പോയിന്റ്. അങ്ങനെയാണ് ഇത് പോകുന്നത്. മത്സരങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കുട്ടികളുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുട്ടികൾ മാക്സിമം ഇതിനു വേണ്ടിയിട്ട് നാഷണൽ കളിക്കാനുള്ള ഒരു സെലക്ഷൻ ആണല്ലോ ഇതിൽ നിന്ന് ഗോൾഡ് നേടുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാം അതിനുള്ള രീതിയിൽ മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിൽ പരിശീലനം നടത്തി അതുപോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല മികച്ച ഒരു പ്രകടനമാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പൊ എത്ര വർഷമായി ഒരു തൈക്കൊണ്ടോ ഒരു പരിശീലകന്? 33 വർഷമായിട്ട് മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. ആദ്യം കുംഫു ആയിരുന്നു. തൈക്കൊണ്ടോയിലേക്ക് വരാനുള്ള കാര്യം തന്നെ ഇതിന്റെ ഈ ചട്ടക്കൂട് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഒളിമ്പിക് ഇവന്റ് ആണ്. ഞാനിതൊരു 8-10 വർഷത്തോളമായിട്ട് തൈക്കൊണ്ടോ പരിശീലനം നടത്തുകയും അതുപോലെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു. ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. ഞാനിപ്പോൾ 3rd ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഇപ്പൊ സാറിന്റെ പരിശീലനത്തിന് ഈ കായികമേളയിൽ എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? എനിക്ക് ജൂനിയർ ഗേൾസിൽ 4 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റില്. നമ്മുടെ ഒരു ഒളിമ്പിക്സ് മാതൃകയിലുള്ള ഒരു കായികമേളയാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അപ്പൊ കുട്ടികൾക്ക് എത്രത്തോളം ഒരു യൂസ്ഫുൾ ആയിരിക്കും? കുട്ടികൾക്ക് ഇത്, അതായത് ഈ ഒളിമ്പിക് രീതിയിൽ ഇത് നടത്തുന്നതുകൊണ്ട് ഒരു വലിയ മേളയാണ്. ഇത്രയും പ്ലേയേഴ്സ് വരുന്നു, അതുപോലെ പല രീതിയിലുള്ള ഇവന്റുകൾ ഇവിടെ നടക്കുന്നു. ഇതെല്ലാം കണ്ടറിയുവാനും അതുപോലെ ഇവർക്ക് കൂടുതലായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പരിശീലനം നടത്തുവാനൊക്കെ ഇതൊരു മുതൽക്കൂട്ടാണ്. കുട്ടികൾ തന്നെ ഇത്ര ഒരു വലിയൊരു മേള ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു പ്രോത്സാഹനമാണ് കുട്ടികൾക്കും അതുപോലെ ഞങ്ങൾ പരിശീലകർക്കും വളരെ ഒരു പ്രോത്സാഹനമാണിത്. തീർച്ചയായിട്ടും ഈ കേരള കായികമേളയിൽ കുട്ടികൾക്ക് ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ഒരു മേള കൂടിയാണ്, അതിനുള്ള ഒരു വേദി കൂടിയാണ് ഈ ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന കേരള കായികമേള. ഏതായാലും ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.